ഈ കോട്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച ടൈലിൻ്റെ എല്ലാ പൈസയും പോകും. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ എല്ലാവരും മതിൽ പണിയും, പിന്നെ വേസ്റ്റ് ആവും, പിന്നെ വീണ്ടും മതിൽ പണിയും. ഇതുമ്പോൾ വെള്ളം അടിക്കും, ഇതുമ്പോൾ വെള്ളം പിടിക്കില്ല. അവിടെ ഇപ്പം അടിച്ചു കൊടുത്ത് വെള്ളം പിടിക്കില്ല. കണ്ട ചേമ്പലെല്ലാം തെറിച്ച് പോകണം, തെറിച്ച് പോകണം. യെസ്, നമസ്കാരം. സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 100% നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ്. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടമാനം കാശ് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് കാണുന്ന നോക്കി, മതിൽ നോക്കി, എത്ര മനോഹരം. ഇത് നാച്ചുറൽ സ്റ്റോണാണ്. ഈ നാച്ചുറൽ സ്റ്റോണിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ മതിൽ നോക്കി, എന്താ ഈ മതിൽ കാണുമ്പോൾ നമുക്കൊരു ജീവനുള്ള പോലെ തോന്നും. കാരണം ഇത് കുറേ ഉണ്ട് കേട്ടോ. ഈ ഏരിയ നോക്കൂ, മതിലിന് ഈ സൈഡ് നോക്കൂ. ഇത് ബ്ലാക്ക് കളറ്, ഇത് ഗ്രീൻ കളറ്, ഇത് ബ്ലാക്ക് കളറ്, ബ്ലാക്ക് നല്ല അടിപൊളി ഐറ്റം ബ്ലാക്ക്. പിന്നെ ഈ മതിലിൻ്റെ ഒരു വളവുണ്ട്, അത് നല്ലൊരു ഇതാണ്. ഇത് ബ്ലാക്ക് കളറുണ്ട്. യെസ്, ഇതാ കണ്ടോ, വേറൊരു എക്സ്ട്രാ റോട്ടിൽ നിന്ന് കയറി വരുമ്പോൾ അവർ ഈ മതിൽ വളച്ച് പണിതിരിക്കുന്നത്. വളച്ച് പണിതിട്ട് എന്താ രസം പറയുമ്പോൾ ഗ്രീൻ ടൈൽ ഒട്ടിച്ചിട്ട് വളരെ അട്രാക്റ്റീവാണ്. ആ ഗ്രീൻ ടൈൽ ഒട്ടിച്ച് മതിലോട്ട് വളഞ്ഞ് ടൈലോട്ട് ഭയങ്കര അട്രാക്റ്റീവാണ് കണ്ടോ. LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല സ്പോട്ട് LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രി LED ലൈറ്റൊക്കെ ഓൺ ചെയ്യും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഭയങ്കര എനർജി ആയിരിക്കും LED ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ഈ ടൈൽസിൻ്റെ ഭംഗിയാണ്, നാച്ചുറൽ ടൈൽസിന് നല്ല ഭംഗിയുള്ളൊരു പാർട്ട് കാണിച്ചാൽ. പക്ഷേ ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ നാച്ചുറൽ ടൈൽ ഭംഗി വർഷങ്ങളോളം, അത് ലൈഫ് എങ്ങനെ നമ്മൾ ഭംഗി നിലനിർത്തണം. ഈ സെക്ഷൻ നോക്കൂ, സ്റ്റോൺ, നാച്ചുറൽ സ്റ്റോൺ എപ്പോഴും അതിൻ്റെ ഒരു വില ഭയങ്കര വാല്യൂ ആണ് നാച്ചുറൽ സ്റ്റോണിന്. കണ്ടത് നോക്കി, എന്താ അതിൻ്റെ സ്റ്റൈല്, നാച്ചുറൽ സ്റ്റോണിൻ്റെ സ്റ്റൈൽ നോക്കി, എന്താ അതിൻ്റെ ഭംഗി, എന്താ അതിൻ്റെ ക്ലാരിറ്റി. അപ്പോൾ ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ നോക്കി, ഇതിൻ്റെ ആംഗിൾ നോക്കി, ഇതിൻ്റെ പെർഫെക്ഷൻ നോക്കി, ഇതിൻ്റെ ക്വാളിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ ജീവൻ തുടിക്കുകയാണ്. നാച്ചുറൽ സ്റ്റോണിൻ്റെ ഭംഗി ഇപ്പോൾ ഈ മതിൽ പണിതിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുള്ളൂ. നല്ല ലുക്കാണ്, നല്ല രസകരമായ ഭംഗിയാണ്. ഗേറ്റ് അതിൻ്റെ ഡിസൈൻ വർക്ക് നോക്കൂ. അതിൻ്റെ നമ്മൾ സാധാരണ എല്ലാവരും സ്ട്രൈറ്റ് കൊടുക്കും, ഇവരതിനൊരു പ്രത്യേക ലെവലിലാണ് ആ ഗേറ്റിൻ്റെ ഡിസൈൻ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവാണ് ആ ഗേറ്റ് വിഷൻ കണ്ടോ. വളരെ എല്ലാവരും സാധാരണ സ്ട്രൈറ്റ് കമ്പിയെ ക്രോസ് കൊടുക്കും, ഇവരത് നല്ലൊരു വി ഷേപ്പ്, നല്ല രസകരമാണ്. അതിന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ വുഡ് വർക്കാണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്, വുഡ് വർക്ക് നല്ല രീതിയിൽ. ഇതിലിപ്പോൾ ചെടിയൊക്കെ പിടിപ്പിച്ച് വരുന്നു. യെസ്, അപ്പോൾ നമുക്ക് ഈ നാച്ചുറൽ സ്റ്റോൺ ലൈഫ് നിൽക്കുമ്പോൾ നിങ്ങൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ കാണുന്ന ഭംഗി നമുക്കൊരു 10 വർഷങ്ങളിൽ കിട്ടണം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ 6 മാസം മഴയുള്ളത് 8 മാസം മഴയാണ്. അതുകൊണ്ട് നാച്ചുറൽ സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ശ്രദ്ധിക്കണം. നാച്ചുറൽ സ്റ്റോൺ ഒരിക്കലും നിങ്ങൾ സിമെൻറ്റിൽ ഒട്ടിക്കരുത്, അഡസീവിൽ ഒട്ടിക്കണം. സിമെൻറ്റിൽ ഒട്ടിച്ചാൽ ഭാവിയിൽ വിട്ടുപോകാൻ ചാൻസ് 100ആണ്. കാരണം വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, വെയിൽ, മഴ, അതുകൊണ്ട് വിട്ടുപോകും. ഒരു കാരണവശാലും നിങ്ങൾ സിമെൻറ്റിൽ ഒട്ടിക്കരുത്. നമ്മൾ അഡസീവിൽ, അതായത് പശയുണ്ട്, ടൈൽ ഒട്ടിക്കാനുള്ള പശയുണ്ട്, അതിൽ നിർബന്ധമായിട്ട് ഒട്ടിക്കണം. രണ്ടാമത് ഒട്ടിക്കുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതുമാതിരി ഒരു 2 ഇഞ്ച് ചാടിച്ചൊരു ബോർഡർ കൊടുത്തിരിക്കണം. ഇതേമാതിരി 2 ഇഞ്ച് ചാടിച്ചൊരു ബോർഡർ കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്തോടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ സിമെൻറ്റ് കറകൾ വരും. 2-3 ഇഞ്ച് ചാടിച്ചിട്ട് ഏറ്റവും സേഫാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സിമെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അഡസീവ് ചെയ്യണമെങ്കിൽ ഭാവിയിൽ ഈ ടൈല് വിട്ടുപോകാനും ചാൻസ് ഉണ്ട്. പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ്. കറ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നീട് ഇത് ഉപകാരപ്പെടില്ല. നമ്മൾ വാഷ് ചെയ്യും, വീണ്ടും മഴ വരും, വീണ്ടും വരും. അതുകൊണ്ട് ബോർഡർ മസ്റ്റാണ്. ക്ലിയർ ആയില്ലേ? പിന്നെ രണ്ടാമത്തെ വെച്ചാൽ നമുക്ക് ഈ എപ്പോക്സി വർക്ക് ഉണ്ട്. എപ്പോക്സി വർക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ക്ലാഡിംഗ് സ്റ്റോണിൽ എപ്പോക്സി വർക്ക് ഒരിക്കലും അനുയോജ്യമല്ല. ഈ ക്ലാഡിംഗ് സ്റ്റോണിലേക്ക് ഒരിക്കലും എപ്പോക്സി വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ജോയിൻ്റൊക്കെ ഗ്യാപ്പ് ഉണ്ടാകും. ഈ എപ്പോക്സി വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ പാറ പോലെ അത് പൊളിഞ്ഞു പോകും. ഈ പാറ കണ്ട പൊളിയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ട ഇത് പൊളിഞ്ഞു പോകും. ഭാവിയിൽ കുറേ കഴിയുമ്പോൾ വെയിൽ മഴ കൊണ്ട് ഇത് അടന്നു പോകും. അതുകൊണ്ടാണ് ഇത് വെള്ളം ഒലിച്ചിറങ്ങരുത് പറഞ്ഞത്. അതുകൊണ്ട് ഈ പാറ അടന്നു പോകുന്നതുകൊണ്ട് എപ്പോക്സി വർക്ക് ചെയ്താലും അത് നിലനിൽക്കില്ല. കാരണം ഇത് ഭാവിയിൽ ചിലപ്പോൾ വിട്ടുപോകാൻ, ചെറുതായിട്ട് അതിൻ്റെ മുകളിലുള്ള ഓരോ കോട്ടിങ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എപ്പോക്സി വർക്ക് ഇതിൽ പ്രാക്ടിക്കലല്ല. ടൈൽസിലാണെങ്കിൽ നടക്കും,
സെറാമിക് ടൈലോ വെട്രിഫൈഡ് ടൈലോ ആണെങ്കിൽ എപ്പോക്സി വർക്ക് നടക്കും. ഇതിൽ എപ്പോക്സി വർക്ക് നടക്കില്ല. കാരണം ഇതിന് ഭംഗി കൂടുതലാണ്, നാച്ചുറലാണ്. അപ്പോൾ ഭംഗി എപ്പോഴും കൂടുതലായിരിക്കും. ഇത് ഡയറക്റ്റ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം കുടിക്കും. സ്റ്റോൺ എല്ലാം വെള്ളം കുടിക്കും. സ്റ്റോൺസ് എല്ലാം വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രശ്നം എന്താ, 6 മാസമുള്ളത് 8 മാസം മഴയാണല്ലോ. ഈ മഴയിൽ ഈ സ്റ്റോൺ മുഴുവനും കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിൽ പൂപ്പലായി സ്റ്റാർട്ടാവും. പൂപ്പലായി സ്റ്റാർട്ട് ചെയ്യും. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂട്ടി പൊളിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. പൂപ്പലായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അകത്ത് വെള്ളം ഇരിക്കുന്നതുകൊണ്ട് അത് വീണ്ടും പൂപ്പലായി പുറത്തേക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും വെള്ളം അകത്തേക്ക് കയറ്റി വിടാതിരിക്കാനുള്ള ഒരു കെമിക്കലാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഒരു കെമിക്കലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ 2 ടൈൽ ഞാൻ സാമ്പിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കളർ കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഇതിനോട് സിമിലർ കളറാണ്. ഇതൊരു ടൈൽ ഞാൻ വെച്ചിരിക്കുന്നു, ഇത് അടുത്ത ടൈൽ വെച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി നാച്ചുറൽ സ്റ്റോണിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നു. അപ്പോൾ ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം അടിക്കുകയാണ്. കണ്ട, ഈ വെള്ളം ഇവിടെ ഇരിക്കും. ഈ മഴയത്ത് വെള്ളം കണ്ട ഇങ്ങനെ ഇരിക്കും. ഇരുന്നാലും എന്തുണ്ടാവും, കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇതിൽ പെട്ടെന്ന് ഈ ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയില്ല. ഈ കളറിൽ പെട്ടെന്ന് തിരിച്ചറിയും. ഓ കണ്ട, ഇതിൽ വെള്ളം കുടിക്കും. ഞാൻ വേറെ കളർ എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. കാരണം ഈ വെള്ളം ഇതിലിരുന്നാൽ 8 മാസം 6 മാസം മുതൽ 8 മാസം മഴ പെയ്താൽ ഈ വെള്ളം അവിടെ ഇരിക്കും. വെള്ളം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് കംപ്ലൈൻറ്റ് സ്റ്റാർട്ടാവും. കുറച്ച് ദിവസം പൂപ്പലായി വരും. അപ്പോൾ നമ്മൾ ഈ ഭംഗി ഉണ്ടാവില്ല. അതിനുള്ള പരിഹാരമാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അതിനുള്ള പരിഹാരം കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് വെള്ളം അടിച്ച് കാണിച്ചു തരാം. നോക്കൂ, കണ്ട ചേമ്പില പോലെ, കണ്ട ചേമ്പില പോലെ. ഇതിൽ വെള്ളം പിടിക്കില്ല. ചേമ്പില പോലെയാ, തെറിച്ചു പോകണണ്ട. കണ്ട, ഇതിൽ വേണേൽ ഇത് നോക്കുക. അടിയിലേമേ ഇതുകൊണ്ട് ഇപ്പോൾ ഇത് മുകളിൽ വെള്ളം അടിച്ചു, അടിയിൽ വെള്ളം അടിച്ചാൽ പിടിക്കും. കണ്ട, അവിടെ നിൽക്കും. ഇവിടെയാണ് ചേമ്പില തെറിച്ചു. ഇത് നോക്കൂ, ഇത് അടിയിൽ വെള്ളം അടിച്ചു പിടിക്കും, മുകളിൽ അടിക്കണം. കണ്ട, ചേമ്പില പോലെയാണ്. കണ്ട, ഇവിടെ വെള്ളം പിടിക്കില്ല, ചേമ്പില തെറിച്ചു പോകും. കണ്ട, ചേമ്പില ഇത് പിടിക്കും. അപ്പോൾ ഇനി ഇത് എങ്ങനെ പിടിക്കാതിരിക്കാനുള്ള കോട്ടിങ്ങാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കോട്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച ടൈലിൻ്റെ എല്ലാ പൈസയും പോകും. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ എല്ലാവരും മതിൽ പണിയും, പിന്നെ വേസ്റ്റ് ആവും, പിന്നെ വീണ്ടും മതിൽ പണിയും. ആ വേസ്റ്റ് ആവാതിരിക്കാനുള്ള ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ കോട്ടിങ് ചെയ്ത് കാണിച്ചു തരാം. യെസ്, എൻഡൂറ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. FCSS. ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കും. ഒരിക്കലും ഗ്ലോസി അടിക്കാൻ പാടില്ല. ഗ്ലോസി അടിച്ചാൽ ഭയങ്കര ബോറായിരിക്കും. നാച്ചുറൽ അടിക്കാം. അപ്പോൾ ഈ ഇത് നമുക്ക് അടിച്ച് നോക്കാം, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് തിരിച്ചറിയാം. ഇത് അടിക്കുന്നതിന് നിബന്ധന ഉണ്ട്. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. യെസ്, അപ്പോൾ നമ്മൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. ഇത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഈ പ്രൊഡക്റ്റ് വളരെ നിങ്ങളുടെ ഒരു ടൈല് പോലും വേസ്റ്റ് പോരുത്. നമ്മളൊരു കാര്യമുണ്ട്, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുമോ ഞങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് വാങ്ങിച്ചോ. പക്ഷേ നിങ്ങളുടെ 1 രൂപ പോകരുത്. അതിനുള്ള സൊല്യൂഷൻ ഞങ്ങളുടെ ചാനൽ തരണം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ എടുത്തിട്ട് ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ കളർ, ഗ്ലോസി ആയിരിക്കില്ല. നിങ്ങളിത് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഉണങ്ങി കഴിഞ്ഞാൽ അറിയില്ല. 4 മണിക്കൂർ കൊണ്ട് സെക്കൻഡ് കോട്ട് അടിക്കണം. നോക്കൂ, ഇതും ഞാൻ അടിച്ചടിച്ചത്. നമ്മൾ പകുതി അടിച്ചു വയ്ക്കണം. പകുതി അടിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ പകുതി അടിക്കുന്നത്. ആദ്യം ഇങ്ങനെ അടയ്ക്കുക, ഉണങ്ങി കഴിയുമ്പോൾ തിരിച്ചടിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ തിരിച്ചടിക്കാം. ഇങ്ങനെ അടിക്കാം. ആദ്യം റൈറ്റ് ലെഫ്റ്റ് അടിക്കാം, പിന്നെ മുകളിലും താഴേക്കായിട്ട് അടിക്കാം. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ അത് നിർബന്ധമാണ് കേട്ടോ. എന്നാലേ നിങ്ങൾക്കിത് ക്ലിയറായിട്ട് ഉപകാരപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് മുകളിലേക്കും താഴേക്ക് ആയത്ത് തൊട്ട് അടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ 4 മണിക്കൂർ ഉണങ്ങി കഴിയുമ്പോൾ തിരിച്ച് ഇതുമാതിരി അടിക്കണം. അപ്പോഴേക്കും നമ്മുടെ എല്ലാ ഗ്യാപ്പിലും കൃത്യമായിട്ട് കയറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇത് ഉണങ്ങണം. ഇത്രേ ഉള്ളൂ. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ 2 സൈഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വെള്ളം പിടിക്കുകയോ പിടിക്കാത്ത എന്തുകൊണ്ടാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് വീടിൻ്റെ അകത്ത് അവർ ഒട്ടിച്ചിരിക്കുന്ന ക്ലാഡിങ് സ്റ്റോണാണ് കാണിച്ചിരുന്നത്. ഇതിനൊരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ബീഡിങ് വളരെ നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ വെള്ളം കൂടെ ഇറങ്ങിയാൽ ടൈൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്, ടൈലിൽ കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഈ സിമെൻറ്റിൻ്റെ കറ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ബീഡിങ് കൊടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ചെയ്തിട്ട് ഏകദേശം കുറച്ച് ദിവസമായിട്ടുള്ളൂ. വളരെ വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് അവർ. നല്ല മാക്സിമം വലിപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിപ്പമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അവർ ചെയ്തിട്ടൊരു ചെടി നട്ടിട്ടുണ്ട്. അത് വളരെ അട്രാക്റ്റീവാണ്. ചെറിയ ചെടികൾ വളരെ നൈസായിട്ട്, എന്ത് ഭംഗി. അത് പല കളറുകളൊക്കെ ഷെയ്ഡ് കൊടുത്ത് അത് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ഇത് നോക്കി, ചെടികളെല്ലാം നിൽക്കുന്നത് എന്താ രസം, എന്താ ക്ലാരിറ്റി. അത് വളർന്നു വന്നുള്ളൂ.
എന്നാലും നല്ല ലുക്കായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. യെസ്, ഇതുമ്പോൾ വെള്ളം പിടിക്കും, ഇതുമ്പോൾ വെള്ളം പിടിക്കില്ല, ഇതുമ്പോൾ വെള്ളം പിടിക്കില്ല, ഇതുമ്പോൾ വെള്ളം അടിക്കും, ഇതുമ്പോൾ വെള്ളം പിടിക്കില്ല. കണ്ട ഇപ്പം അടിച്ചു കൊടുത്ത് വെള്ളം പിടിക്കില്ല. കണ്ട ചേമ്പലോല തെറിച്ച് പോകണണ്ട, തെറിച്ച് പോകണണ്ട. ഇതുവരെ ഇതിപ്പോൾ നമ്മൾ ഉണങ്ങിയിട്ടില്ല, ഉണങ്ങും. ഓക്കെ, കണ്ടില്ലേ? കണ്ട ഇവിടെ വെള്ളം പിടിക്കില്ല, ഇവിടെ വെള്ളം. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം ഈ ഐറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈൽ ഡാമേജ് ആവും, സ്റ്റോൺ ഡാമേജ് ആയിപ്പോൾ. സെറാമിക് ടൈലോണോ വെട്രിഫിറ്റൈലോണോ ഇത് ആവശ്യമില്ല. സ്റ്റോൺ ആണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് ഭംഗി കൂടുതൽ, പക്ഷേ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നാച്ചുറൽ സ്റ്റോൺ എല്ലാം നമുക്ക് ഒരു 3 ഇയർ 5 ഇയറിൽ എപ്പോഴും ഒരു അപ്ഡേഷനും വരണം, അല്ലെങ്കിൽ അത് നിലനിൽക്കാതെ വരും. ഇത് നോക്കാം, ഇവിടെ നോക്കും, വെള്ളം പിടിക്കും, ഇവിടെ വെള്ളം പിടിക്കില്ല, ഇവിടെ വെള്ളം പിടിക്കും, ഇത് മടിച്ച് നോക്കും, വെള്ളം പിടിക്കില്ല. ചേമ്പലോല തെറിച്ചു, കണ്ട ചേമ്പലോല തെറിച്ചു, കണ്ട കണ്ട തെറിച്ചു. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നാച്ചുറൽ സ്റ്റോൺ ഈട് നിൽക്കണതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. 5 കാര്യങ്ങൾ ഒന്നുകൂടി പറയാമാണ്. ഒന്ന്, ബോർഡർ വേണം. ഒന്ന്, ഈ ബോർഡർ ഇതുമാതിരി 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് ചാടിച്ചിട്ടില്ലെങ്കിൽ ടൈലിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സിമെൻറ്റിൻ്റെ കറ ഇളകിയാൽ പിന്നെ കറ ഇളകുക മാത്രമല്ല ടൈൽ വിട്ടുപോകും. പിന്നെ ഇതിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ പൂപ്പലായി പിടിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സിമെൻറ്റിൽ ഒട്ടിക്കരുത്, അഡസീവിൽ ഒട്ടിക്കണം. അഡസീവ് ഒട്ടിച്ചാലും നിങ്ങൾക്ക് ഇത് വേണം. അഡസീവ് എന്ന് പറയുന്നത് പശയാണ്, പശയിൽ ഒട്ടിക്കണം. ഇതിന് മുകളിൽ ഇതൊരു ബീഡിങ് വേണം. ഓക്കെ. രണ്ടാമത്തെ ദിവസം ഇതിനൊരു കോട്ടിങ് വേണം. അത് ചേമ്പല പോലെ വെള്ളം തെറിച്ച് പോകണം. വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ ഞാൻ ആഡക്സ് എൻഡൂറ എന്ന് പറഞ്ഞ് FCSS എന്നാണ് എൻ്റെ പേര്, FCSS. ഇത് മാറ്റ് ഫിനിഷ് നാച്ചുറൽ മെറ്റീരിയലാണ്. ഇത് നിങ്ങൾക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഗ്ലോസി ഫിനിഷ് അല്ല, നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും. ഒരിക്കലും കളർ വ്യത്യാസമില്ലാതെ തന്നെ കിട്ടും. ഓക്കെ, ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ഇവിടെ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങി കോസ്റ്റ് വൈസ് കുറവാണ്. ഓൾ വേൾഡ് വിൽക്കുന്ന പ്രൊഡക്റ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് 150 സ്ക്വയർ ഫീറ്റ് തൊട്ട് 200 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് കിട്ടും. ഏകദേശം 5 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി 2 കോട്ട് അടിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഇവർ പറയുന്നത്. നേരത്തെ പറഞ്ഞാൽ ഒരു കോട്ട് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഒരു കോട്ട് തിരിച്ചടിക്കണം. 2 കോട്ടാണ് ഇത് കിട്ടുന്നത്. 2 കോട്ടിന് 150 തൊട്ട് 200. ഇത് 3 തൊട്ട് 5 വർഷം വരെ ഈ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നിലനിൽക്കും. 3 മുതൽ 5 വർഷം വരെ. ക്ലിയർ ആയല്ലോ? 3 മുതൽ 5 വർഷം വരെ ഈ പ്രൊട്ടക്ഷൻ നിൽക്കും. അത് വെള്ളത്തിൻ്റെ ശക്തി അനുസരിച്ചാണ്. ചിലടത്ത് 5 വർഷം, ചിലത് 4 വർഷം കിട്ടും. അപ്പോൾ നമ്മൾ നോക്കി വീണ്ടും റീകോട്ട് ചെയ്യണം. ഒരിക്കലും അകത്തേക്ക് വെള്ളം വിടാൻ പാടില്ല, വിട്ടാൽ പിന്നെ അപകടമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ പുതിയ വീടോ പഴയ വീടോ പണിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ ക്വിക്കായിട്ട് സർവീസ് കിട്ടുന്നത്. ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷയുണ്ട്. നന്ദി, നമസ്കാരം.